ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ കമൻ്റായിട്ടും ഒത്തിരി കൂട്ടുകാരെൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കണ്ടായിരുന്നു, സിലു നീ ഓക്കെ അല്ലേ, എന്താ വീഡിയോ ഇല്ലാത്തത്, വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട്, സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി സുഖമില്ലായിരുന്നു, കണ്ണിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല പഴുത്തിട്ട് വീങ്ങിയിട്ട് പുതിയ ഉള്ളിലിങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ പുറത്തേക്കൊക്കെ വന്ന് നല്ല പെയിന് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറത്തൊക്കെ ഒന്ന് പോയി വന്നു. ഭയങ്കര വീക്കായിരുന്നു. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ കുറേ കൊല്ലമായിട്ട് ഈ ഓടി നടന്ന് പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം ഈ കാണുന്നത്. ഹെൽത്ത് വൈസ് തീരെ ഓക്കെ അല്ല. കാലുവേദനയും അതേപോലെ കഴുത്ത് വേദനയും ഇപ്പോൾ ഫുള്ളായിട്ട്. ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടാൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് സലാം വീട്ടുമ്പോഴായിരിക്കും നമുക്കറിയാം. ബോഡിയും കൂടെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഫുള്ളായിട്ട് ടേണാക്കാൻ പറ്റില്ല. അത്യാവശ്യം ഒന്ന് കഴുത്ത് ടേണാക്കാൻ പറ്റുള്ളൂ. കുറേ കൊല്ലങ്ങളിങ്ങനെ വിടാതെ ഇരുന്ന് നമ്മൾ എഡിറ്റ് ചെയ്തതല്ലേ, അപ്പോൾ ആ സെർവിക്സിൻ്റെ ബോൺസ് മൊത്തത്തിൽ സ്റ്റിഫായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും എല്ലാം ഉണ്ട്. അങ്ങനെ ആയപ്പോൾ ഏതായാലും 2 ദിവസം വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചു. എന്ന് വെച്ചിട്ട് ഞാൻ വലിയ കോടീശ്വരി ആയതുകൊണ്ട് ഒന്നല്ല. നമ്മുടെ എല്ലാ കോടിക്കണക്കുള്ള സ്വത്തുകളും നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കിച്ചണിൽ ഈ മൊക്കിലിരിക്കുന്ന ഈ ഒരു പെട്ടി കുറേ ദിവസമായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. എനിക്ക് പാകമുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, ആശാരിമാർ പെയിൻറ്റർമാർക്കാണ് ഇനി പണിയെന്ന് പറയുന്നു. പെയിൻറ്റർമാർ പറയുന്നു ഇനി ആശാരിമാർക്കാണ് പണി, അത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ക്രോക്കറി യൂണിറ്റും ബെഡ്റൂമിലുള്ള ആ ഷെൽഫും ഇപ്പോഴും പണിയൊന്നും ആകാതെ അങ്ങനെ പകുതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനും പറ്റുന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട്. പിന്നെ ഒന്നാമത്തെ ഈ പണി കഴിയാതെ ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അത് ശരിക്കും വീട് പണി എടുക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ദേ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ദേ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിലൊന്നും പെട്ട് വെക്കാനൊന്നുമില്ല, പക്ഷേ തൽക്കാലം ഇതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെക്കാം. അപ്പോൾ കിച്ചൺ ഒന്നും കൂടി ഒന്ന് സ്പേഷ്യസ് ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നോമ്പും വരല്ലേ, എനിക്കതും കൂടെ ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ. നോമ്പ് സമയത്തെല്ലാം കൂടെ എങ്ങനെ ആവും, എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം കിട്ടും. പിന്നെ എല്ലാം പെട്ടെന്നാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ, എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് ദാസ. അപ്പോൾ അതേ ഞാൻ കുപ്പികളൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ചെറിയ ചെറിയ ജാസൊക്കെ, ഇതിലൊക്കെ ആക്ച്വലി ഇത്രയും സാധനം ഉണ്ടായിരുന്നത് പോലും ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇതൊന്നും തന്നെ കേടുവരാത്ത ഐറ്റംസാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ ചിയാ സീഡ്, പിന്നെ നമ്മുടെ അറേബ്യൻ ഗമ്മ്, ബദാം പിസിൻ, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങിയത് ഏതായാലും ഇനിയിപ്പോൾ കുപ്പിയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി മക്കൾക്ക് ഈ വക ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബദാം ഒന്നിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഷ്യൂസും പിന്നെ മറ്റത് ഇപ്പോൾ ഇടുന്നത് വന്നിട്ട് തണ്ണിമത്തനില്ലേ, മെലൻ സീഡാണ്. പക്ഷേ അത് ഇത്തിരി കേട് വന്ന് പോയോ എന്ന് എനിക്കൊരു സംശയം. ഏതായാലും കുപ്പിയിലിട്ടതല്ല അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഉണക്കമുന്തിരിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നും ഇപ്പോൾ ഇല്ല, സ്നാക്സ് ഒന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഉണക്കമുന്തിരി വാങ്ങിയിട്ട് കുറച്ച് കഴുകിയിട്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കില്ല. ലേസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് ഏറ്റവും ദോഷമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങി വയ്ക്കുന്നത്. ഇനി ഇത് കണ്ടിട്ട് അഹങ്കാരം, ആർഭാടം എന്ന് പലരും പറയാം. പിന്നെ ഓരോരുത്തരുടെയും ഓരോ കാഴ്ചപ്പാടാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ അവർക്ക് നല്ല രീതിക്കുള്ള നല്ല ഹെൽത്തി ഫുഡ്സൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, അത് നിങ്ങളുടെ ഇഷ്ടം, അത് ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ശ്രദ്ധിച്ചില്ല കേട്ടോ. റനക്കുട്ടി വീഡിയോ എടുക്കുന്നത് പിന്നെയാണ് കണ്ടത്. താഴെ കുറച്ച് അണ്ടിപ്പരിപ്പ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കാല് മടക്കാൻ പറ്റൂല എനിക്ക്. ആ ഇത് പൊട്ടിയത്, മജ്ജ പൊട്ടിയത്, അത് നന്നായി വേദനിക്കുകയും ചെയ്തു ആ വശത്തിൽ അണ്ടിപ്പരിപ്പ് എടുക്കാനായിട്ട് പോയപ്പോൾ. അങ്ങനെ ദേ ഞാൻ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, തൽക്കാലം വെക്കണോടത്തിപ്പോൾ വെക്കുക. ഇനി പണിക്കാർ എപ്പോഴാണ് വരാമെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ പിന്നെ ഞാനിതെല്ലാം കൂടി ഈ ഷെൽഫിൽ ഇങ്ങനെ തുറന്ന ഭാഗത്ത് തന്നെ വെച്ചു.
പണിക്കാർ വരുന്ന സമയത്ത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഷെൽഫൊന്നും ഞാൻ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ രാത്രിയായി കഴിയുമ്പോൾ അത് വീണ്ടും എടുത്ത് തുടയ്ക്കും. പിന്നെ പണിക്കാർ വരുന്ന സമയത്ത് വീണ്ടും അലമ്പാവും. ഒന്ന് പെട്ടെന്ന് പണി തീർന്ന് കിട്ടണേ പഠിച്ചോനെ എന്നാണ് പ്രാർത്ഥന. പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഇവിടെ അല്ല കേട്ടോ വെക്കുന്നത്, അത് കിച്ചൺ ഭാഗത്ത് വെക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ ഒഴിവുള്ളൊരു ഭാഗം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടെ വെച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ആരും വരാനും പോകാനും ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആൾക്കാർ വരുന്ന സമയത്ത് ഈ ഒരു സാധനം കാണുമോ ബോറാവോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ലൈറ്ററാണ്. പിന്നെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രമേ ആ നമ്പറിൽ കിട്ടുള്ളൂ കേട്ടോ. ഓർഡർ ചെയ്താൽ അങ്ങനെ കിട്ടുള്ളൂ. സ്റ്റാഫ് ഉണ്ടാവുള്ളൂ, മുകളിലിരുന്ന് ഓർഡർ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേ ആഫ്റ്റർ 2 months നമ്മുടെ ഈ ഒരു കോർണർ ഒഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ബട്ടർ ദോശയും തലേ ദിവസത്തെ ബീഫ് കറിയും തലേ ദിവസത്തെ സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ റനക്കുട്ടി എവിടെയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റനക്കുട്ടി എൻ്റെ കൂടെ തന്നെ, എൻ്റെ സ്ട്രോങ് പില്ലറായിട്ട് എൻ്റെ കൂടെ തന്നെ എൻ്റെ പൊന്നുമോളുണ്ട്. അത്രയ്ക്കും എനിക്ക് എന്താ പറയുക, എല്ലാം കൊണ്ടും സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം നമ്മുടെ റനക്കുട്ടിയാണ്. പക്ഷേ അവൾക്ക് ആക്ച്വലി സോഷ്യൽ മീഡിയ ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ ആരെയും നിർബന്ധിക്കാറുമില്ല, ഇഷ്ടമില്ലാത്തവരെ ആരെയും ഞാൻ കാണിക്കാറില്ല. അവർക്ക് എപ്പോഴാണോ ഇഷ്ടം വരുന്നത് അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. കണ്ണ് ഇപ്പോൾ ഒന്ന് ഇത്തിരി വേണ്ടില്ല കേട്ടോ. 2 ദിവസമായിട്ട് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്, എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് രാത്രിയത്തെ കാര്യമാണ്. പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ബ്രേസ്ലെറ്റ് ഇല്ലേ, ആ സ്റ്റോണൊക്കെ വെച്ചത്, അത് ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുന്നുണ്ട്. അത് ഗോൾഡായിരുന്നു. പക്ഷേ എനിക്ക് ഈ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വന്ന സമയത്ത് എൻ്റെ ബ്രേസ്ലെറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഗോൾഡ് വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലല്ലോ. നമ്മളങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്ന പോലെ ലക്ഷങ്ങളിങ്ങനെ കോടികൾ കൂട്ടി വെച്ചിട്ടിരിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ ഗോൾഡൊക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കിപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മേടിച്ചു. നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 10 മാത്രമേ ഉണ്ടാവുള്ളൂ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാമെന്ന് വിചാരിച്ചിട്ട് അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഇപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചോറ്, പപ്പടം, ഇന്ന് വന്നിട്ട് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫും കൂടെ കൂട്ടിയിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഒരൊറ്റ പാത്രം കൊണ്ട് നമുക്ക് പരിപാടിയും തീരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹാള് മൊത്തം നാറ്റിച്ച് ആകെ നാശാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പപ്പണി, നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത പോലെയാവും, അവർക്ക് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതെല്ലാം തന്നെ മുകളിൽ നമ്മുടെ സ്റ്റോക്ക് വെക്കുന്ന അവിടെ കൊണ്ട് വെക്കാനുള്ള സാധനങ്ങളാണ്. ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇൻഷാല്ലാ ചെയ്യാം ഏതൊക്കെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് എന്നുള്ളത്. പുതിയ ക്രോക്കറി സെറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗോൾഡും വൈറ്റും ഒരു കളറിൽ വരുന്ന കോമ്പിനേഷനിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. നല്ല നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രീമിയം ലുക്കൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പടം അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താണെന്നറിയോ, അവർക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. കറി അധികം കൂട്ടി കഴിക്കൂല ഇവർ, കാരണം ഇവർക്ക് എരിവ് ഇഷ്ടമല്ല. റനക്കുട്ടിക്കും ചെറുതിൽ അങ്ങനെയായിരുന്നു. പക്ഷെ വലുതായ സമയത്ത് റനക്കുട്ടി ഇപ്പോൾ എരിവ് എന്ന് വെച്ചാൽ ഡബിളായിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ വലുതായ ശരിയാവുമായിരിക്കും. പിന്നെ ഇവർ എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പപ്പടം ഇൻഷാല്ലാ കുറയ്ക്കണം. പിന്നെ ഇച്ചു ബേബി ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഉമ്മ വയ്ക്കും. പിന്നെ അയച്ചനും ആദ്യം അങ്ങനെ ആയിരുന്നു. പിന്നെ അവന് കളി വിചാരമൊക്കെ കൂടിയപ്പോൾ കുറച്ച് കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതേപോലെ ഇച്ചു ബേബി ചെയ്യണ പോലെ വേഗം വന്ന് മേലെ കയറി കിടക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക ഒക്കെ വീണ്ടും ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾവേസ് ചുച്ചുക്കുട്ടിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. എന്താ സംഭവം എന്ന് കാണിച്ചു തരാം കേട്ടോ. സംഭവം അവർക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ.
മെല്ലെ. സംഭവം ഈ സാധനം കൊറിയർ വന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പിന്നെ ഷൂട്ടിനും ഒന്നിനും പറ്റിയില്ല. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാതെ കഴിക്കാനും പറ്റില്ല, കാരണം പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ നമുക്ക് അയച്ചു തരുന്നത്, അവർക്ക് നമ്മൾ ഇത് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെയിൽ കിട്ടുമല്ലോ. അങ്ങനെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഡീറ്റെയിൽ മീൻസ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓൺ വോയിസ് സ്റ്റോറി ഇടാം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ കൊറിയർ വരുന്ന സമയത്ത് ഇന്ന് എന്താ വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നും നോക്കി എടുക്കലുള്ളൂ. നല്ല സാധനങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് സാധനം അങ്ങനെ കൊണ്ടുവരുള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹേസുകുട്ടൻ മെല്ലെ ഇങ്ങനെ ചാഞ്ഞ് കിടന്നു. അപ്പോൾ റനക്കുട്ടി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മെല്ലെ എണീറ്റ് പോകാൻ നോക്കിയതായിരുന്നു കേട്ടോ. അവൻ മടിയാണ്. നിങ്ങൾ പറയാറില്ലേ ഹേസുവിന് എന്താ അകറ്റി നിർത്തുന്ന പോലെയെന്ന്? അങ്ങനെയല്ല, വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഇവർ മാറിപ്പോകുന്നതാണ് കേട്ടോ. പിന്നെ ദേ നമ്മുടെ അടുത്ത സ്റ്റോക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് ഈ കുട്ടികളുടെ തലയിലുള്ള പെയിൻ എടുക്കുന്ന ആ ഒരു പെയിൻ ചീർപ്പ്. അതിൽ ഞാൻ ഡിഫറെൻറ്റ് മോഡൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ നല്ല അടിപൊളി സംഭവം. മുമ്പത്തെ നമ്മുടെ ഈ ചെറിയൊരു ടൈപ്പെല്ലാം ഉണ്ടാവുക, ഇപ്പോൾ പിടിയുള്ളൊരു ടൈപ്പും വന്നിട്ടുണ്ട്. മൂന്നും നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ആൺകുട്ടികളുടെ തലയിലും ഇപ്പോൾ പെൺകുട്ടികളുടെ തലയിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റുന്ന പോലെ ഒരു ഈ നീളം കുറവുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഇതെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മോഡൽ കുറച്ച് വില കൂടുതലായിരുന്നു എങ്കിലും ഞാൻ എടുത്തു. എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുണ്ട്. ചില തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പെയിൻ ചീർപ്പ് പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് നല്ല അടിപൊളിയൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഈ ടൈപ്പ് പെയിൻ ചീർപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഇതിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടൈം മാറ്റിയേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇതിൽ തന്നെ ചീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെയിൻ ഒരുപാട് കൂടി അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചു ബേബീൻ്റെ തലയിൽ കണ്ടില്ലേ, ജസ്റ്റ് 1 or 2 സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഇതുപോലെയുള്ള ചീർപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ചീ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാര്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് കേട്ടോ എത്രത്തോളം ഇതിൽ ആവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇത് ഹയാനാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സാധനം. പക്ഷേ ഹയാൻ വരില്ല. നമ്മൾ എത്ര തന്നെ നിർബന്ധിച്ച് വിളിച്ചാലും അവനെ കിട്ടില്ല. പിന്നെ അവനെ മടിയിൽ കിടത്തിയിട്ട്, അവൻ കിടക്കുന്ന അവിടെ പോയിട്ട് ടി വിൻ്റെ അടുത്ത് പോയിട്ട് അവനെ മടിയിൽ കിടത്തിയിട്ട് മെല്ലെ കൈ കൊണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവൻ കാണിച്ചു തരും. പക്ഷേ ഇങ്ങനെ അവൻ കാണിച്ചു തരില്ല. അവനെന്തോ അലർജി പോലെയാണ്, ഓടി രക്ഷപ്പെടുന്ന കണ്ടില്ലേ. ഞാൻ കുറേ അവൻ്റെ പുറകെയൊക്കെ ഓടി നോക്കി. പക്ഷേ അവന് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വീഡിയോയിൽ പെയിൻ ചീർപ്പ് കാണിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യൂല, നീ അതെന്തായാലും വിചാരിക്കണ്ട, എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് അവൻ സമ്മതിച്ചു കേട്ടോ. അവൻ മുടി വെട്ടാൻ ഇതുപോലെ നല്ല മടിയുള്ള ആളാണ്, കുറച്ച് നീറ്റ് വളർത്താനും വേണ്ടിയിട്ട്. പക്ഷേ സ്കൂളിൽ നമുക്ക് എല്ലാ സ്കൂളിലും അങ്ങനെ സമ്മതിക്കൊന്നുമില്ലല്ലോ. അപ്പം അത്യാവശ്യം അവൻ്റെ മുടി കുറച്ച് നീളമുണ്ട്. പിന്നെ പെയിൻ ചീർപ്പ് കൊള്ളാട്ട. അവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതി. നമ്മുടെ സ്റ്റാഫ് ഓർഡർ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒരു ചെറിയ മോഡലാണ്. ഇതും നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ആൺകുട്ടികളുടെയും ചെറിയ കുട്ടികളുടെ തലയിലൊക്കെ എടുക്കാൻ നല്ല പറ്റിയതാണ്. അതേപോലെ തന്നെ വലിയവരിനെയും പറ്റും. മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കയ്യിൽ ബ്രേസ്ലെറ്റ് ആയിട്ട് ഇട്ടിരുന്നത് ഒരുപാട് പേര് കുറേ കാലമായിട്ട് ചോദിക്കണതായിരുന്നു. സെയിം സാധനം, അതിൻ്റെ ഫാൻസിയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും വേണ്ടിയിട്ട്. വലിയ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം നമുക്ക് ഒരു ആഗ്രഹത്തിനൊക്കെ ഇടാം. പിന്നെ ഇതുപോലെ ഗോൾഡൊക്കെ ഉണ്ടാക്കണം എന്ന് വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് മോഡൽ കാണിച്ചു കൊടുക്കാനും പറ്റിയൊരു സാധനമാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് കളയേണ്ടതായിട്ട് വരും. അങ്ങനെ കളഞ്ഞു മീൻസ് വിറ്റു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുത്തോ. ആകെ 10 ഉള്ളൂ, 1 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചു ബേബിക്ക് അത് ഇട്ട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. കളറൊക്കെ മേ ബി പോവാം കേട്ടോ, കല്ലിൻ്റെ കളറല്ല മറ്റേതിൻ്റെ കളറ്. അതിനൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.